ഡെയിലി സെൽഫ് ഗ്രോത്തിൻ്റെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ടല്ല ക്ഷീണിച്ചത്, ജോലി ഭാരം കൊണ്ടല്ല ക്ഷീണിച്ചത് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ ചിന്താഭാരം കൊണ്ടാണ് നിങ്ങൾ ക്ഷീണിച്ചത്, ശരിയല്ലേ? ഡെയിലി സെൽഫ് ഗ്രോത്തിൽ വേണ്ടി ഇന്ന് മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്, എൻ്റെ ജോലി ഭാരം കൊണ്ടല്ല ഞാൻ ക്ഷീണിച്ചത്, എൻ്റെ ചിന്താഭാരം കൊണ്ടാണ്. അപ്പോൾ ഈ ചിന്തയെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മാറും, ഉറപ്പല്ലേ? അതിന് ഇന്നൊരു ടിപ്പ് ഞാൻ തരികയാണ്. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? ബ്രെയിനിന് റിച്ച് തോട്ട്സ് ഉണ്ട്, വേസ്റ്റ് തോട്ട്സ് ഉണ്ട്, അല്ലേ? ഞാൻ ഇതിൽ ഏത് തോട്ടാണ് എൻ്റെ? റിച്ച് ആണോ വേസ്റ്റ് ആണോ? ഒരു 95% ആളുകളും വേസ്റ്റ് തോട്ട്സിലൂടെയാണ് ജീവിക്കുന്നത്, ശരിയല്ലേ? ആ തോട്ട്സ് കൊണ്ട് ഓരോ ദിവസവും ആ വ്യക്തി ഇങ്ങനെ അവൻ്റെ ആരോഗ്യവും അവൻ്റെ ഹാപ്പിനെസ്സും എല്ലാ രീതിയിലും അവനിങ്ങനെ ഒരു പ്രഷർ കുക്കർ മാതിരി ആക്കുക. അവനൊരു പ്രഷർ കുക്കറായി മാറും അവൻ്റെ ചിന്ത കൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ചുറ്റുമുള്ള പല നന്മകളും കാണാൻ സാധിക്കാതെ പോകും. എന്താണ് ചുറ്റുമുള്ള നന്മകൾ? ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ട്, നല്ല ഫ്രണ്ട്സുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്. ഇതൊന്നും കാണാതെ പോകും. പലപ്പോഴും പൂർണ്ണ ആരോഗ്യത്തിലിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ചിന്ത കൊണ്ട്, അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതം തീർക്കുന്നത്. ആ സമയത്ത് എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും, ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതിയുമായിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അനാവശ്യ ചിന്തകൾ, നെഗറ്റീവ് ചിന്തയാൽ ഞാൻ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനിക്കാം, ഒരു ചെറിയ ചിന്ത കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. ഇന്ന് തീരുമാനിക്കുകയാണ് എനിക്ക് ജീവിതം മാറണമെന്ന്. അതുകൊണ്ട് ഈ ചിന്തയെ നിരീക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു അരമണിക്കൂർ ഇടവിട്ട് ഫോണിൽ അലാം വയ്ക്കാം. ക്ലോക്കിൽ അലാം വെച്ച് നമുക്ക് വേസ്റ്റ് തോട്ട്സ് ആണോ ഞാൻ എന്നിലൂടെ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കുക. വേസ്റ്റ് തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കോ എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കോ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത തോട്ട്സ്. ഒന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. എന്നിട്ട് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നല്ല തോട്ട്സ്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, എനിക്ക് കഴിക്കാൻ ആഹാരമുണ്ട് തന്നതിന് നന്ദി, എനിക്ക് മക്കളെ തന്നതിന് നന്ദി, എനിക്ക് ഓടിക്കാൻ വാഹനമുണ്ട്, ജോലി തന്നതിന് എൻ്റെ പാരൻസിൻ്റെ അടുത്തുണ്ട്, എനിക്ക് ഫാമിലി എൻ്റെ ഓക്കെയാണ്. ഇതെല്ലാം ഫാമിലി ഓക്കെ അല്ലെങ്കിൽ എന്തുണ്ടോ, ചിലപ്പോൾ നല്ല വരുമാനമുള്ള ഒരു ജോലിയെങ്കിലും ഉണ്ടാവും. അതിൻ്റെ പവറൊക്കെ വേറെയാണ്. അത് കയ്യിലുള്ളപ്പോഴായിരിക്കും അതെന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഈ ജോലി ചെയ്ത് ഇൻകം എല്ലാ മാസവും ഉണ്ട്, എന്നാൽ പോലും ആ വരുമാനം കൊണ്ട് പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനാ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഈ ചിന്തയെ മാറ്റുമ്പോൾ തന്നെ നമ്മിലേക്ക് വലിയൊരു മാറ്റം വരും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇന്നലെ വരെ എന്താണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് അത് തന്നെയാണ് ഇന്നും നമ്മിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. എപ്പോഴും സങ്കടങ്ങളാണോ? ആ സങ്കടങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും പരാതിയാണോ? എന്നും പരാതി പറയാനേ സമയം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ഇന്ന് മുതൽ പുതിയൊരു കാര്യം ബ്രെയിനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. മനസ്സിലായി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഉത്തരവാദി. അതിന് ചിന്തയെ മാറ്റുക. നല്ല ചിന്തയിലൂടെ ഓരോ ദിവസവും കടന്നു പോകട്ടെ. ജോലിയുടെ ഭാരമല്ല, ചിന്താഭാരത്തിലാണ് ആളുകൾ ഇന്ന് കൂടുതലും പ്രയാസപ്പെടുന്നത്. അതിന് ചിന്തയെ മാറ്റുക. ഞാൻ പറഞ്ഞ ടിപ്സ് ചെയ്യുക. അരമണിക്കൂർ ചിന്തയെ നോട്ട് ചെയ്യുക. എൻ്റെ മൈൻഡ് പവർ കോച്ചിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്ന കോച്ചിങ്ങിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. നിങ്ങൾക്ക് ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ വിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.